കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയ അവിടുത്തെ ദയയും വിശ്വസ്തതയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവിടുത്തെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കുമെന്ന് പറയാൻ കർത്താവ് നമ്മളെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് പറയാൻ കഴിയും, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുമ്പോൾ. നമുക്ക് ബാലസിംഹങ്ങൾ ശക്തരാണ്, അവർക്കിരകിട്ടാതിരിക്കുന്ന സമയമുണ്ട്. പക്ഷേ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടതെല്ലാം അതത് സമയത്ത് നൽകി കൊടുക്കുന്ന ദൈവം. നമ്മൾ കരുതാതെ നമുക്ക് വേണ്ടി കരുതുന്ന, നമ്മൾ പ്രവർത്തിക്കാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എത്രയോ തവണ നാം രുചിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്കിലും പലപ്പോഴും ഇന്ന് നടക്കേണ്ട വിഷയം എങ്ങനെയാണ്, എന്ത് ചെയ്യണം, പരാജയപ്പെടുമോ, എങ്ങനെ വിടുതൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നാം ചിന്തിക്കുമ്പോൾ ഈ പുറത്ത് ദൈവത്തിൻ്റെ മഹത്വമുള്ള പൂജം ഇറങ്ങി വന്ന് വീര്യം പ്രവർത്തിച്ച് നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ദൈവമഹത്വം ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇസ്രായേൽ മക്കൾ ചോദിച്ച ചോദ്യം, മരുഭൂമിയിൽ മേശയൊരുക്കാൻ ദൈവത്തിന് കഴിയുമോ? സഹോദരങ്ങളെ, മരുഭൂമിയിലും സമുദ്രത്തിലും കൊടുങ്കാറ്റിലും തരാൻ കഴിവുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഇസ്രായേൽ മക്കൾ പലതും കണ്ടു, അനുഭവിച്ചു. പാറയിൽ നിന്ന് ജലം ചാടി പുറപ്പെടുന്നത്, ഇഷ്ടം പോലെ കുടിച്ചത് ഒക്കെ അവരുടെ അനുഭവമായിരുന്നു. പക്ഷേ പിന്നെയും ചോദ്യങ്ങൾ. വിളിച്ച ദൈവം, പുറപ്പെടാൻ പറഞ്ഞ ദൈവം, എത്തിക്കേണ്ടടുത്ത് എത്തിക്കാമെന്ന് പറഞ്ഞ ദൈവം മരുഭൂമി വരുമ്പോൾ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ഒരുവനാണോ എന്നൂടെ ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കണം. പ്രതികൂലങ്ങൾ വരുമ്പോൾ ഇട്ടേച്ചു പോകുന്ന ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? എല്ലാവരും മാറുമ്പോൾ എനിക്ക് കഴിയത്തില്ല, ഞാൻ അറിയാതെ പറഞ്ഞതാണ് എന്ന് പറയുന്ന ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? ഇന്ന് പകൽ ശാന്തമായിട്ട് ഒന്ന് ചിന്തിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റാൻ, ദൈവത്തിൻ്റെ കൃപയൊന്ന് ആസ്വദിക്കാൻ, അവിടുത്തെ മുമ്പാകെ അടുത്ത് തരാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും. സൗഖ്യമാക്കുവാൻ യഹോവയുടെ കൈ നീട്ടുന്നു. വിടുവിക്കാൻ അവിടുത്തെ കരം നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നുണ്ട്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം കുറുതായി പോകാത്ത ഒരു കരം ഇന്ന് പകലും വെളിപ്പെടുന്നുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്ത് ദൂതേറ്റെടുക്കുമെങ്കിൽ അസാധ്യങ്ങളെ സാധ്യമാക്കി, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു, ഞാൻ അൽഫയും ഒമേഗയുമാകുന്നു, നിൻ്റെ ആദ്യവും അന്ത്യവും എനിക്കറിയാം എന്ന് പറഞ്ഞത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. ആരംഭത്തിങ്കൽ തന്നെ എല്ലാത്തിൻ്റെയും അവസാനം അറിയുന്ന, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് അറിയിക്കുന്ന ആ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവമേ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു എന്ന് പറയാൻ തയ്യാറാകൂ. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. എല്ലാ ദിവസവുമുണ്ട്, എല്ലാ നാളുമുണ്ട്, എല്ലാ സെക്കൻഡുകളിലുമുണ്ട്. അതാ ദൈവത്തിൻ്റെ പ്രത്യേകത. മനുഷ്യന് കടന്നു വരാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്, സമയങ്ങളുണ്ട്, അവസ്ഥകളുണ്ട്, ഇടങ്ങളുണ്ട്. പക്ഷേ അവിടെയെല്ലാം ഇറങ്ങി വന്ന് എനിക്ക് കഴിയും, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറയുന്ന ദൈവശബ്ദം ഇന്ന് പകൽ ഒന്ന് തിരിച്ചറിയാൻ ദൈവമക്കൾ തയ്യാറാകട്ടെ. ലൂക്കോസ് സുവിശേഷം നമുക്കറിയാം, 1-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യം. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. മറിയ ആത്മാവിൽ പാടിയ ചില വാക്കുകളാണ് നാം കേട്ടത്. കാരണം
ചരിത്രം നമുക്കെല്ലാം അറിയാം. കൃപ ലഭിച്ച മറിയ, യേശുവിൻ്റെ ജനനം എങ്ങനെയായിരുന്നു നമുക്കറിയാം. പരിശുദ്ധാത്മാവിനാൽ യേശു ജനിച്ചു. സ്തോത്രം. കൃപ മറിയയ്ക്ക് ലഭിച്ചു. മറിയ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും? പുരുഷനെ അറിയുന്നില്ല, വിവാഹം കഴിഞ്ഞ് കൂടി വരുന്നതിന് മുമ്പ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിടുമ്പോൾ നീ പോലും ചിന്തിക്കാത്ത ദൈവപ്രവർത്തികൾ, ലോകത്തിന് അമ്പരപ്പ് ഉളവാക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തമായ അടയാളങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കാണും. ദേശത്ത് അതൊരത്ഭുതമായിരിക്കും. അങ്ങനെ മറിയ പ്രഗ്നൻ്റായി. അവൾ ആ നാളുകളിൽ എഴുന്നേറ്റ് യഹൂദ പട്ടണത്തിൽ, മലനാട്ടിലുള്ള യഹൂദ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെല്ലുകയാണ്. അവിടെ സെഖര്യാവിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിക്കും. നമുക്കറിയാം ചരിത്രമെല്ലാം. മറിയയുടെ വന്ദനം ചെന്നപ്പോൾ എലിസബത്തിൻ്റെ കാതുകൾ അത് കേട്ടപ്പോൾ ശിശു അവളുടെ ഗർഭത്തിൽ തുള്ളാൻ തുടങ്ങി. പിന്നീട് എലിസബത്ത് പരിശുദ്ധാത്മ നിറവിൽ പ്രവചിച്ചു പറയുന്ന ഭാഗം മറിയോട് പറയുന്നത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വന്ന ബഹുമതി എനിക്കെവിടെ നിന്നുണ്ടായി. എന്നിട്ട് പറയുന്നു, നിന്റെ വന്ദനം എൻ്റെ ചെവിയിൽ വീണപ്പോൾ ശിശു എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി. സ്തോത്രം. കർത്താവ് തന്നോട് അരുളിച്ചെയ്യുന്ന നിവൃത്തി ഉണ്ടാകും എന്ന് പറഞ്ഞ് മറിയെ ഉദ്ബോധിപ്പിക്കുകയാണ്. നോക്കൂ, രണ്ടുപേർ ആത്മശക്തിയോടെ കണ്ടുമുട്ടിയപ്പോൾ അകത്ത് കിടക്കുന്ന വാക്തത്വം തുള്ളാൻ തുടങ്ങി, ചലിക്കാൻ തുടങ്ങി. പ്രിയരെ, അഭിഷേകമുള്ളവർ ചവിട്ടുമ്പോൾ, സ്പർശിക്കുമ്പോൾ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ചിലത് മൂവ് ചെയ്യാൻ തുടങ്ങും, ചിലത് അനങ്ങാൻ തുടങ്ങും, ചിലത് ചലനം വരാൻ തുടങ്ങും. എന്നിട്ട് ഇതിന് മറുപടിയായി മറിയ പറഞ്ഞ പ്രസ്താവനയാണ് നാം വായിച്ചു കേട്ടത്. എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. കാരണം ഈ ദാനം എൻ്റെ അകത്ത് നൽകാൻ, എന്നെ തിരഞ്ഞെടുക്കാൻ ഒത്തിരി പേരുണ്ടായിട്ടും ആ കൃപയുടെ പുതപ്പെൻ്റെ മേൽ വീണത് കൊണ്ട് ഞാനത് ഏറ്റെടുക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേസ് കർത്താവേ. ആ മറിയ പറഞ്ഞൊരു പ്രസ്താവന ദൂതനോട്, ഞാൻ കർത്താവിൻ്റെ ദാസി, വാക്കുപോലെ, അങ്ങ് പറഞ്ഞ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇന്ന് പകൽ ദൈവം ഒരു ദൂത് പറയുമ്പോൾ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കേൾക്കുമ്പോൾ, കർത്താവെ, ഞാൻ അങ്ങയുടെ ദാസൻ, അങ്ങയുടെ ദാസി, അവിടുത്തെ അരുളപ്പാടുകൾ പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറയാൻ എത്ര പേർ തയ്യാറുണ്ട്? അവർ ആത്മാവിൽ എഴുന്നേൽക്കുന്ന പകൽക്കാലമാകട്ടെ. അതിന് മറിയ പറഞ്ഞ പ്രസ്താവനയാണ് നാം വായിച്ചു കേട്ടത്. തൻ്റെ ഭുജം കൊണ്ട് അവൻ ബലം പ്രവർത്തിച്ചു. ദൈവത്തിൻ്റെ ഭുജം ബലമായി വെളിപ്പെടുകയാണ്, ശക്തിയായി നോക്കൂ, അത്യുന്നതൻ്റെ ശക്തി നിലനിട്ടോ. വാക്തത്വം പുറത്തു വരികയാണ്. നോക്കൂ, ദൈവത്തിൻ്റെ ശക്തി ബലമായി വെളിപ്പെടുമ്പോൾ അസാധ്യങ്ങൾ സാധ്യമാകുകയാണ്. വാക്തത്വങ്ങൾ വെളിയിൽ വരികയാണ്. അർഹതയില്ലാത്തതിനെ അർഹമാക്കുകയാണ്. സാധ്യതയില്ലാത്തടത്ത് സാധ്യത വെളിപ്പെടുകയാണ്. ദൈവം തൻ്റെ ഭുജം കൊണ്ട് ബലം പ്രവർത്തിക്കുന്നു. ഈ പകൽ ദൈവത്തിൻ്റെ ഭുജം നമ്മളെ ബലപ്പെടുത്തുന്നു. 89-ാം സങ്കീർത്തനം വായിക്കുന്നു, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും. അതിനാൽ ശത്രുവിനെ പീഡിപ്പിക്കാൻ, വഷളിനെ ഒതുക്കാൻ സാധ്യമല്ല കേട്ടോ. ഇന്ന് പകൽ ദൈവാത്മാവ് ചില വ്യക്തികളോട്, വാക്തത്വമുള്ളതിനോട് വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ ഭുജം നിങ്ങൾക്ക് വേണ്ടി ബലം പ്രവർത്തിക്കുന്ന, ക്ഷീണിച്ചിരിക്കുന്ന, തളർന്നിരിക്കുന്ന, ഡൗണായിരിക്കുന്ന, എങ്ങനെ ഇത് നടക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൻ്റെ ബലം നിങ്ങൾക്ക് വേണ്ടി ഈ പകൽ ഇറങ്ങി വരികയാണ്. ആ ഭുജം ഇറങ്ങി വരികയാണ്. സൗഖ്യം വ്യാപരിക്കുക, വാഗ്ദത്തങ്ങൾ പുറത്തു വരിക, അടഞ്ഞത് തുറക്കുക. എങ്ങനെയെന്ന് നീ ദൈവത്തോട് ചോദിക്കുമ്പോൾ അത്യുന്നതന്റെ ശക്തിയുടെ ബലം നിന്റെ മൺകൂടാരങ്ങളിലേക്ക് വെളിപ്പെടുമ്പോൾ നിനക്ക് പോലും ചിന്തിക്കാത്ത ചില ദൈവപ്രവർത്തികൾ നിന്റെ മേലും നിന്റെ കുടുംബത്തിൻ്റെ മേലും ഇന്ന് പകൽ വെളിപ്പെടുത്താൻ എൻ്റെ ദൈവത്തിന് പ്രസാദമുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും. എന്നിട്ട് മറിയ പറയുകയാണ്, അതുമാത്രമല്ല,
ഹൃദയവിചാരത്തിൽ അഹങ്കരിച്ചിരിക്കുന്നവരെ ചിതറിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒന്ന് ദൈവത്തിൻ്റെ ഭുജം ബലമായി വെളിപ്പെടുമ്പോൾ അഹങ്കരിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ചോദ്യം ചെയ്തും ദൈവത്തിൻ്റെ മക്കൾക്കെതിരെ നിൽക്കുകയും ചെയ്യുന്ന സകല ശക്തികളെയും ചിതറിക്കുന്ന ഒരു ദൈവം. അവർ ഒരു വഴിയായി വരും, 7 വഴിയായി ചിതറിപ്പോകും. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. കേട്ടോ, ഈ പകൽ ഭുജവും നീട്ടി ഭുജത്തിൻ്റെ വല്ലഭത്വം വെളിപ്പെടുത്തി നമ്മളെ ദൈവം ഉദ്ധരിക്കുമ്പോൾ തന്നെ നമുക്കെതിരെ നിൽക്കുന്ന ശക്തമായ വെല്ലുവിളികൾ ആത്മാവ് ചിതറിച്ചു കളയുന്നു. ഉരുകേണ്ടതിനെ ഉരുക്കി തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ഉരുക്കിക്കളയുന്ന ദൈവമഹത്വം ഇന്ന് പകൽ വെളിപ്പെടുകയാണ്. വിശ്വസിച്ചുകൊണ്ട് പറ, ദൈവത്തിൻ്റെ ഭുജം എനിക്ക് വേണ്ടി ബലം പ്രവർത്തിച്ചിരിക്കുന്നു, അതിൻ്റെ അകത്തേക്ക് വ്യാപരിക്കുന്നു. ബലമില്ലാത്തതിന് ബലം വർദ്ധിപ്പിക്കാൻ, ശക്തിയില്ലാത്തതിന് ശക്തി നൽകാൻ, ക്ഷീണിച്ചിരിക്കുന്നതിന് ജനത്തിൻ്റെ അവകാശത്തെ സന്തോഷിപ്പിക്കാൻ ദൈവത്തിൻ്റെ ഭുജം ഇന്ന് പകലിറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിച്ചേറ്റെടുക്കുക. ഒരു വലിയ ദൈവപ്രവൃത്തി യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മൺകൂടാരങ്ങൾ വെളിപ്പെടുക. നിങ്ങളുടെ ശരീരത്തിൽ അത് തിരിച്ചറിയട്ടെ. നിങ്ങളിപ്പോൾ തന്നെ അത് ഏറ്റെടുക്കൂ. യേശുവിൻ്റെ നാമത്തിൽ ആ ദൈവശക്തി, ആ ഭുജം നിങ്ങൾക്ക് ബലം നൽകുകയാണ്. നിങ്ങളുടെ തളർച്ചകൾ മാറുന്നു, മന്ദതകൾ മാറുന്നു, ക്ഷീണങ്ങൾ മാറുന്നു, മരവിപ്പുകൾ മാറുന്നു, ബലം കൽപ്പിക്കുന്നു. വാഗ്ദത്തം മൂവ് ചെയ്യാൻ പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുന്നു. പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ പ്രിയ കുടുംബങ്ങളുടെ മേൽ വരട്ടെ, അഭിഷിക്തന്മാരുടെ മേൽ വരട്ടെ. ഇന്ന് പകൽ സൗഖ്യം വ്യാപരിക്കട്ടെ. അങ്ങയുടെ ബലം ഞങ്ങൾക്ക് വെളിപ്പെടുമ്പോൾ ബലഹീനതയിൽ അത് തികഞ്ഞു വരുന്നു, അത് ദൈവശക്തിയായി മാറ്റപ്പെടുന്നു. ഇന്ന് പകൽ അത് റിസീവ് ചെയ്യുന്ന പിതാവേ, ഈ ബലത്തോടെ അവിടെ ഞങ്ങളെ നയിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്കെതിരെ നിൽക്കാൻ സകല ശക്തികളും ചിതറിപ്പോയിരിക്കാൻ സ്തോത്രം. ദൈവകൃപയുടെ ആഴങ്ങൾ അങ്ങ് വെളിപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം. സകല മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ക്രിസ്തുവിൽ വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ, ബലത്തോടെ, നിയോഗത്തോടെ മുമ്പോട്ട് പോകൂ. ദൈവത്തിൻ്റെ ഭുജം നമുക്ക് വേണ്ടി ബലം പ്രവർത്തിച്ചിരിക്കുന്നു. കർത്താവ് വചനങ്ങളെ സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.